ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ഇവിടെ ഖത്തറിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കാരണം നമുക്ക് ഔട്ട്സൈഡ് ആക്ടിവിറ്റീസിനൊന്നും പോകാനായിട്ട് പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് ചൂട് കാരണം. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് മാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വീക്കെൻഡായിട്ട് അവിടെ പോകുന്ന ആലോചിച്ചു. അപ്പോൾ നമ്മുടെ ഓൾഡ് ദോഹ പോർട്ടിൽ ഒരു ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെൻറ്റർ ഓപ്പൺ ആയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞങ്ങൾ അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് തിരക്ക് കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അവിടെ പോകാനായിട്ട് ഒരു അവസരം വന്നത്. അപ്പോൾ നമുക്ക് പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിയ കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ വീട്ടിലേക്കുള്ളത് കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെന്ററിലെ ഷോപ്പിംഗ് വിശേഷങ്ങളാണ് കേട്ടോ. ഓൾഡ് ദോഹ പോർട്ടിൽ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെന്റർ വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1 റിയാൽ മുതൽ 20 റിയാൽ വരെയുള്ള ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഏത് ഐറ്റം എടുത്താലും മാക്സിമം 20 റിയാലേ ആവുള്ളൂ. അതുപോലെ 1 റിയാൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഇതേ ഒരു ക്ലോക്ക് ആട്ടോ മേടിച്ചത്. ഞങ്ങൾ വിചാരിച്ച ബ്രാൻഡിന്റെ കിട്ടിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ അത് എടുത്തു. ഷോപ്പിൽ ഈ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴത്തെയും പോലെ മാൾട്ടിൻ ജോക്ക് അവർ സ്ഥിരം കലാപരിപാടികൾ തുടങ്ങി കേട്ടോ. അവരുടേതായ രീതിയിൽ ഇഷ്ടപ്പെട്ട ഐറ്റംസ് എടുക്കലും നോക്കലും പിന്നെ അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും നല്ല തിരക്കിലായി. അപ്പൊ ഞങ്ങൾ ഇതേ മാൾട്ടിക്ക് ബാഗ് മേടിച്ചു. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലേക്കുള്ള കുറച്ച് പാത്രങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടി കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു പണി തന്നെയാണ്. അപ്പൊ അത് കാരണം തിരക്കില്ലാത്ത സമയത്ത് വരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഷോപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. വീട്ടിലേക്ക് വാങ്ങണമെന്ന് വിചാരിച്ച് അന്വേഷിച്ച് നടന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടോ. അപ്പൊ അത് കാരണം അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. ഓരോ പ്രൊഡക്റ്റിന്റെയും വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റി ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധ ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഞാനും സ്വത്ത് ഇവിടെ വീട്ടിലേക്കുള്ള ഓരോ ഐറ്റംസ് ഒക്കെ തെരഞ്ഞു നടക്കുന്നതിനിടയിൽ മാൾട്ടിൻ ജോക്കും അവിടെ നിന്ന് ഓരോ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് അവരുടേതായ രീതിയിൽ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ടോയ്സിന്റെ സെക്ഷനിൽ എത്തിയത്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ഏത് ടോയ് എടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ രണ്ടുപേരും. അപ്പൊ അതിന്റെ ഇടയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട 1-2 ടോയ് ഒക്കെ എടുത്ത് അതിനെ തൊട്ടും പിടിച്ചും അവരുടേതായ രീതിയിൽ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിലാണ് ജോക്ക് ഈ ടോട്ടസിനെ കണ്ടത്. അപ്പൊ ഇത് വാങ്ങട്ടെ എന്ന് അപ്പോഴും ചോദിക്കണതായിട്ട് ഈ കാണുന്നത്. അപ്പൊ ജോക്ക് ഇതേ ഒരു ടോട്ടസ് മാൾട്ടി ഒരു ക്യാമലിനെ എടുത്ത് കുറച്ചു നേരം അത് തൊട്ടും പിടിച്ചൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞ് നടന്നു. പിന്നെ വേറെ ടോയ്സ് കണ്ടപ്പോൾ അത് അവിടെ വെച്ചിട്ട് വേറെ ഐറ്റം എടുത്തു കേട്ടോ രണ്ടുപേരും. പിന്നെ നമ്മുടെ വീട്ടിലൊരു കറ്റാർ വാഴ ചെടി ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഇപ്പോൾ വലുതായി കുറച്ച്. അപ്പൊ അത് കാരണം ചെറിയ ചട്ടിയിൽ നിന്ന് അത് വലിയ ചട്ടിയിലേക്ക് മാറ്റാനായിട്ട് ഞങ്ങളൊരു ചെടി അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ കുറെ സ്ഥലത്ത് ഇത് അന്വേഷിച്ച് നടന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കിട്ടിയില്ല. പക്ഷെ ഇത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അപ്പൊ അത് കാരണം അതും ഞങ്ങൾ പറഞ്ഞ് മേടിച്ചു. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവറിന്റെയും പ്ലാന്റ്സിന്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഐറ്റം എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആവും കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണോ ഭംഗി, അതാണോ നല്ലതെന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനം നമ്മൾ ഈ ഒരു ഓർക്കിഡിന്റെ ഐറ്റം തന്നെയാണ് കേട്ടോ എടുത്തത്. ഇത് നേരിട്ട് കാണാനായിട്ട് ഇതിനേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ. നാച്ചുറൽ ആയാലും ആർട്ടിഫിഷ്യൽ ആയാലും പൂക്കളും ചെടികളും എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ ഭയങ്കര സന്തോഷവും കുളിർമയൊക്കെ തരുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പൊ അത് നോക്കി കുറെ നേരം പോയിട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളിത് ടോയ്സിന്റെ സെക്ഷനിൽ കയറി. അപ്പൊ അവിടെ എത്തിയപ്പോ പിന്നെ ജോക്ക് മാൾട്ടി നേരത്തെ എടുത്ത അവരുടെ ടോർട്ടസും ക്യാമറ ഒക്കെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് വേറെ എടുത്തു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ചെരുപ്പ്, ഡ്രസ്സ് ഇതൊക്കെ മാളൂട്ടിക്ക് മേടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പൊ അത് കാരണം ഇതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തെരഞ്ഞ് കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഒരു വലിയൊരു ചടങ്ങ് തന്നെയാണ്. അപ്പൊ തിരക്കില്ലാത്ത സമയത്ത് വരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഷോപ്പ് ചെയ്ത് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പൊ അതന്നെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും വയ്യാണ്ടായിട്ടോ. കാരണം ഓരോ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തെരഞ്ഞ് നടന്ന് കണ്ടുപിടിക്കുക, പിന്നെ തിരക്കും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ രണ്ടും കൂടി ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ശരിക്കും ടയേർഡായി. അപ്പൊ ഖത്തറിലുള്ളവര് ഓൾഡ് ദോഹ പോർട്ടിലെ ഈ ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെന്റർ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.